Here is our one another topic, that is Alexander Pope and John Dryden. He is Mr. Alexander Pope, and when we look into the biography of Alexander Pope, he was from 1688 to 1744. Time period. He was suffered from poor health and he was a Roman Catholic, a member of a minority religion at that time. Catholic ആയതുകൊണ്ട് ഭരണത്തിൽ നിന്ന് മാറ്റിയ ജെയിംസ് സെക്കൻഡിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ he belongs to Roman Catholic. His religion was a barrier for getting education. Okay, one thing is important. His religion was a barrier for his education. He was a man of genius. He dug out knowledge by himself. Self-study. Then, in 1711, he published an essay of criticism. In 1712, he published The Rape of the Lock. അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരാണ് ദി എസ്സേ ഓഫ് ക്രിറ്റിസിസം. ഫസ്റ്റ് വൺ, ദി റേപ്പ് ഓഫ് ദി ലോക്ക്. സെക്കൻഡ് വൺ, ആൻഡ് ഹി ട്രാൻസ്ലേറ്റഡ് ഹോമേഴ്സ് ഇലിയഡ് ആൻഡ് ഒഡീസി. ഇലിയഡ് ആൻഡ് ഒഡീസി എന്ന് പറയുന്നത് നമ്മൾ ഗ്രീക്ക് സിവിലൈസേഷന്റെ സമയത്ത് ഉള്ള, ഇപ്പോ അറ്റ് പ്രസന്റ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പറയുമ്പോൾ രാമായണ ആൻഡ് മഹാഭാരത അല്ലെ, ദി ഗ്രേറ്റ് ടു എപ്പിക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെ, അതുപോലെ തന്നെ ഗ്രീക്ക് ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രധാനമായിട്ടുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പിക് വർക്ക്സ് ആണ് ഇലിയഡ് ആൻഡ് ഒഡീസി. അത് എഴുതിയിരിക്കുന്നത് ഹോമർ ആണ്. ഹോമർ എന്ന് പറഞ്ഞാല് ഹീസ് എ ബ്ലൈൻഡ് റൈറ്റർ. അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. അതിന്റെ ആൾ എഴുതിയ ബുക്കാണ് ഒഡിയൻ. അദ്ദേഹത്തിന്റെ വർക്കാണ് ഇലിയഡും ഒഡീസിയും. ദീസ് വർക്ക്സ് വെയർ ട്രാൻസ്ലേറ്റഡ് ബൈ Alexander Pope. He could afford a small state of Twickenham near London and lived a secluded life. Secluded life എന്ന് പറഞ്ഞാല് മറ്റാൾക്കാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്ത രീതിയിൽ ജീവിച്ചു. He wrote The Dunciad and Essay of Man. അദ്ദേഹത്തിന് another works, Dunciad and Essay of Man. At his death, he was acclaimed as England's greatest poet. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെട്ടു? ആസ് ഇംഗ്ലണ്ട്സ് ഗ്രേറ്റസ്റ്റ് പോയറ്റ്. An essay on criticism. It was written in 1709. Pope was trying to write a poetical essay which would hold the same important place in English criticism that Boileau's art critique was holding in French criticism. അതായത് ഫ്രഞ്ച് ക്രിറ്റിസിസം മേഖലയിലെ ആ ഒരു ജനറയില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക്സ് ആണ് ബോലിയോ അദ്ദേഹത്തിന്റെ ആർട്ട് പൊട്ടിക്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്രിറ്റിസിസം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ തന്നെ ഏകദേശം സെയിം നിലവാരമുള്ള ഒരു വർക്ക് ആയിട്ടാണ് An Essay on Criticism എന്ന വർക്ക് കണക്കാക്കുന്നത്. Pope's Essay of Criticism is not only the last but the most rewarding of the important critical essays in verse modeled on Horace's art of poetry. His Essay of Criticism is not only the last but the most rewarding of the important critical essays in verse modeled on Horace's art of poetry. The form of epigrams of an essay on criticism are perfect and their expression is witty. The topics in his literary work are strange for poetry. പോയട്രിയിൽ നിന്നും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്. ദി പർപ്പസ് ഓഫ് ദി ക്ലാസിസിസ്റ്റ് വാസ് ടു ഇൻട്രസ്റ്റ് റാദർ ദാൻ എന്റർടൈനിങ്. പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എന്റർടൈനിങ്ങിനെക്കാളും instruct. It covers a range of good criticism and advice. It also presents many of the chief literary ideals of Pope's age. John Dryden.
He was born into a well-to-do Puritan family. അവിടെ അലക്സാണ്ടർ പോപ്പ് ഒരു കാത്തോലിക് ആയിരുന്നെങ്കിൽ ജോൺ ഡ്രൈഡൻ he was born to a well-to-do Puritan family. He was a man of changeable ideas. After attending Trinity College, Cambridge, he married Lady Elizabeth Howard. As a writer of comedies, he was successful, but his heroic tragedies were more important. അദ്ദേഹം ഒരു കോമഡി റൈറ്ററാണ്. അതുപോലെ തന്നെ ഹീറോയിക് ട്രാജഡീസിലും അദ്ദേഹം വളരെയധികം ഫേമസ് ആണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രണ്ട് വർക്ക്സ് ആണ് ഓൾ ഫോർ ലവ് ആൻഡ് ദി വേൾഡ് വെൽ ലോസ്റ്റ്. ഓൾ ഫോർ ലവ് ആൻഡ് ദി വേൾഡ് വെൽ ലോസ്റ്റ്. Antony and Cleopatra. The world well lost. He wrote satires. Satires എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഒരു പർട്ടിക്കുലർ വ്യക്തി, പ്ലേസ്, സംഭവം ഓർ ദി റൂളർ അങ്ങനെയുള്ള ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് എഴുതുന്ന വർക്ക്സിനെയാണ് നമ്മൾ സാറ്റയർ എന്ന് പറയുന്നത്. അബ്സലം ആൻഡ് അക്കിറ്റോപ്പൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സാറ്ററിക്കൽ വർക്കാണ്. Alexander Feast, The Power of Music. Alexander Feast or The Power of Music. The theme of his poem is the power of music to arouse emotion that is expressed in action. It is a lyric poem on an important subject. Many English odes are imitations of Greek and Latin odes. Greek and Latin odes ന്റെ imitations ആയിട്ടാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും ഓഡ്സ് വരുന്നത്. We must remember some classical characters here, that is Alexander the Great, Thais, Bacchus and Furies. Here the argument. The main body of the poem describes the feast given by Alexander the Great at the Persian capital Persepolis. After his defeat of Darius, Alexander's bad Timotheus sings praises of him. Alexander's emotions are manipulated by the singer's poetry and music. Timotheus glorifies him as a god, puffing up Alexander's pride. He then sings of the pleasures of wine, encouraging Alexander to drink. Seeing Alexander becoming too boisterous, he sings of the sad deaths of Darius. The king becomes quiet. He then lauds the beauty of Thais, Alexander's lover, making the king's heart melt. Finally, he encourages feeling of anger and vengeance, causing Thais and Alexander to burn down the Persian palace in revenge for Persia's previous outrages against Greece.